ശ്രീ ഫക്രുദ്ദീൻ, നിമിഷപ്രിയയുടെ കാര്യത്തിൽ കേരളം വളരെ ഉത്കണ്ഠാകുലരായിട്ട് നിൽക്കുകയാണ്. വലിയ ആശങ്കയുമുണ്ട്. പക്ഷേ ഈ അവസരത്തിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹായം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഇറാൻ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളാരും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ്. ഏത് തരത്തിൽ? കാരണം പശ്ചിമേഷ്യയിലെ യുദ്ധത്തിൽ ഇസ്രായേലിനോടുമായിട്ട് വലിയ സൗഹൃദത്തിൽ നിൽക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ഇറാനുമായിട്ട് അത്തരത്തിലൊരു നീക്കുപോക്ക് നടക്കുമോ? അല്ല, ഇറാൻ നമ്മളുമായിട്ട് നല്ല സൗഹൃദത്തിലായി. സൗഹൃദം എന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ എന്താണ് മംഗലശ്ശേരി നീലകണ്ഠനും സുഹൃത്തുക്കളും നമ്മളുടെ സൗഹൃദം എന്നല്ല. അവരുടെ ആവശ്യത്തിനുള്ള സൗഹൃദം അത്രയേ ഉള്ളൂ. നമ്മുടെ ആവശ്യത്തിനുള്ള സൗഹൃദം. അവർ ഓയിൽ വിൽക്കണം, നമുക്ക് രൂപയുടെ രൂപത്തിൽ കാശ് കൊടുത്തിട്ട് ഓയിൽ മേടിക്കണം. അതാണ്. കാശ്മീർ തീവ്രവാദികളൊക്കെ അവർ സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ലോകത്ത് ഇസ്ലാമികമായ ഒരു ഭരണം വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ. അതാണ് അവരുടെ ലക്ഷ്യം. ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി, സിമി, ഇതിനൊക്കെ ഇൻസ്പയർ ചെയ്തവരാണ്. ജമാഅത്തെ ഇസ്ലാമി വരെ മുമ്പേ ഉണ്ടായിട്ടുണ്ട്. സിമി ഇവരുടെ ഇൻസ്പിറേഷൻ ജമാഅത്തെ ഇസ്ലാമിന് വന്ന സംഘടന. കൂടി വന്ന് മൊത്തം പ്രശ്നം പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ സിമിക്കാരെ തള്ളിക്കളഞ്ഞാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കാർ ബേസിക്കലി ഭയങ്കര ഇറാനിയൻ ഫാൻസാണ്. ഒരു സുന്നികളാണെങ്കിൽ പോലും, ഒരു ഷിയാക്കളാണെങ്കിൽ പോലും, ഇറാൻ ഷിയ ആണെങ്കിൽ പോലും പിന്നെ ഒരു ഫാനാണ്. കാരണം ഇതൊക്കെ രണ്ടിൻ്റെ ഉദ്ദേശം ഒന്ന് തന്നെയാണ്, ഇസ്ലാമിക സാമ്രാജ്യ ലോകത്ത് ഉണ്ടാക്കുക എന്നുള്ളത്. നല്ല രീതി ജമാഅത്തെ ഇസ്ലാമിയെ ഞങ്ങൾ ആയുധമെടുത്ത് നല്ല പറഞ്ഞ പ്രബോധനത്തിലൂടെ ഇസ്ലാമാണ് ഏറ്റവും നല്ല മാർഗം. അതെങ്ങനെയാണ് ഈ പറയുന്ന മതപരമായ ഇഷ്ടംപോലെ ദൈവങ്ങൾ, ഏത് ദൈവത്തെയും സെലക്ട് ചെയ്യാനുള്ള സാഹചര്യവും അതിന് അവകാശമുള്ള ഹിന്ദുമതം പോലുള്ള മതങ്ങൾ നിൽക്കുമ്പോൾ അവരെയൊക്കെ ഇസ്ലാം മതം എന്ന് പറയുന്ന ഏകദൈവ സങ്കല്പത്തെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാണ് ഇവർ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഇവർക്ക് നമ്മളായിട്ട് കുറച്ച് നല്ല ബന്ധമുള്ള ആസിറ്റീസ് നല്ലൊരു ബന്ധമുണ്ട്. പിന്നെ ഇറാനുമായിട്ട് നമ്മൾ ശത്രു, പിന്നെ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് നമ്മൾ ഇസ്രായേലായിട്ട് ബന്ധം പാടില്ല എന്ന് പറയാനുള്ള അവകാശം അവർക്കില്ല. അത് നമ്മൾ ആഭ്യന്തര കാര്യമാണ്. അതൊന്നും ആയിരിക്കില്ല സംഭവം. ഈ കുറേ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഉണ്ട്, അവർ ഇന്ത്യയിലുണ്ട്. ഇറാൻ്റെ ഒക്കെ പ്ലോയി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിസത്തിൻ്റെ പ്ലോയി ആയിട്ടുള്ള, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഞാൻ പറയുന്നത് അമേരിക്കൻ റിലിജൻ്റെ പ്ലോയി ആയിട്ടുള്ള, അവരെ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പുറമെ അവർ ക്രിസ്ത്യാനികളൊന്നും ആയിരിക്കില്ല, പക്ഷേ ഉള്ളിൽ ക്രിസ്ത്യൻ ഫോളോ ചെയ്യുന്നതായിരിക്കും. അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അവർ ക്രിസ്ത്യാനികൾ, അതായത് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്. അപ്പോൾ ഇതുപോലെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവരാരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടാവും അവിടെയുള്ള ഭരണകൂടത്തെ. അവർക്ക് അവരെ നേരിട്ട് ബന്ധമുള്ളതാണ്. ഇവരെ ഉപദേശിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ട ഇന്ത്യയിൽ നമുക്ക് വലിയ ആക്സെപ്റ്റൻസ് കിട്ടും, അതുകൊണ്ട് ഇടപെട്ടു. അതായിരിക്കും, അതാവാനാണ് സാധ്യത. പക്ഷേ ഇറാൻ്റെ ഈ അങ്ങനൊരു സഹായ ഹസ്തം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ യമനിൽ അങ്ങനൊരു പിടിമുറുക്കി ഇക്കാര്യത്തിനകത്തൊരു അയവ് വരുത്തി കൊണ്ടുവരാൻ സാധിക്കുമോ? അല്ല, അത് ഈ പറഞ്ഞ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് റിലേഷൻഷിപ്പും പിന്നെ ഈ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഉണ്ടല്ലോ, ഞാനീ പറഞ്ഞത്, അവരെല്ലാവരുടെയും ബന്ധുക്കളാണ്, എല്ലാവരുടെയും സുഹൃത്തുക്കളാണ്. അപ്പോൾ അവർക്ക് അനുകൂലമായി വരുന്ന പിന്നെ അവർക്ക് ഗുണം കിട്ടാവുന്ന കാര്യത്തിൽ അവരിടപെടും. അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. നമ്മളെ ഗവൺമെൻറ് അവർ ചെയ്തോട്ടെന്ന് വിചാരിക്കും, അവരെ സഹായിക്കുക കാര്യത്തിൽ. കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് നമ്മളൊരാളെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കൊന്ന് ഇങ്ങനെയുള്ള ആളുകളായിരിക്കും. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു എമർജിങ് ശക്തിയാണ്. ഇന്ത്യയിൽ ഒരു വേൾഡിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന ഫേസാണ്. ഇന്ത്യക്ക് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നൊരു ബോധം ആളുകൾക്കുണ്ടാവും. അധികം പണക്കണ്ട എന്നുള്ള ബോധം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ഫേവേഴ്സ്, നമുക്കിതൊരു വലിയ ഫേവറാണ്. പക്ഷെ ഇൻ്റർനാഷണൽ ചെയ്ത ഒരു വ്യക്തിനെ അവരുടെ ജീവൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ രക്ഷപ്പെടുത്തുക എന്നുള്ളത് ചെറിയ ഫേവറാണ്. ആദ്യം മനസ്സിലാക്കണം. ഒരാൾക്ക് നമുക്കിതൊരു വലിയ കാര്യമാണ്, നമ്മുടെ നാട്ടുകാരിയെ ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. പക്ഷെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഒരു വ്യക്തിയോ ഒരു കൂട്ടമോ ഒന്നും അല്ലല്ലോ. പക്ഷെ അവർക്കിതൊരു ചെറിയ ഫേവറാണ്. പക്ഷെ അവരിത് ചെറിയ ഫേവർ ചെയ്യും, നമുക്കിത് വലിയ ഫേവറാണ്. അപ്പോൾ നിങ്ങൾ 10 രൂപ ഒരാൾ പട്ടിണി കിടക്കുന്ന ഒരാൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ചെറിയ ഫേവർ. നിങ്ങൾ സിഗരറ്റ് വലിക്കാൻ ഉപയോഗിക്കുന്ന കാശാണ് കൊടുക്കുന്നത്. പക്ഷേ അവർക്ക് ആ 10 രൂപയ്ക്ക് ഒരു വട കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ട്. അതും ഭക്ഷണം കഴിക്കാതിരിക്കുകയായിരിക്കും. അതുപോലെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു അത്ര ആക്ടേഴ്സാണ് ഇതിൽ കൂടുതലായിട്ട് ഇടപെടുന്നത് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇതിനാവാനാണ് സാധ്യത. കാരണം അവർക്ക് ഭയങ്കര ഗുഡ് വില്ലുണ്ടാവും ഇവിടെ അവരെ വിട്ട് കഴിഞ്ഞാൽ. പിന്നെ നിമിഷപ്രിയയുടെ വിഷയം, ആ ഫറൂഖിലുള്ള പയ്യൻ്റെ വിഷയം തമ്മിൽ താരതമ്യം ചെയ്യും. പലരും സഹായിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഞാൻ കേട്ടു. 2 പ്രോബ്ലം അതിലുണ്ട്. നിമിഷപ്രിയ കൃത്യമായ ഒരു ക്രൈം ചെയ്തിട്ടുണ്ട്. ക്രൈം ചെയ്യാനുള്ള സാഹചര്യം അവർക്ക് അനുകൂലമാണ്.
കാരണം വേറൊരു വഴിയില്ല അവരുടെ മുന്നിൽ. ഇതിരെ വൃത്തിയിട്ടൊരുത്തനെ കെട്ടേണ്ടി വന്നു, അവൻ കണ്ടുള്ളവർക്കെല്ലാം കൊണ്ടുവച്ച് ഇവരെ പണയപ്പെടുത്തുന്നു. അങ്ങനെ വല്ലാത്തൊരു സാഹചര്യമാണ്, ചെയ്തു പോവും. പക്ഷേ മറ്റേ ചെറുക്കനായിട്ട് അതല്ല, ഇവനാണോ ആ കുട്ടിയുടെ മരണത്തിന് കാരണമെന്ന് അറിയില്ല. ഒരു കുട്ടീനെ നോക്കാൻ ഏൽപ്പിക്കുക, ആ കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവളെ അറ്റാക്കിംഗ് മോഡിലൊക്കെ നിൽക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് അങ്ങനെ ശ്വാസം കിട്ടാതെ വന്ന കുട്ടി മരിച്ചതാണ് എന്നുള്ളതാണ്. അത് ഇവൻ കൊന്നാണെന്നാണ് അവരുടെ ആരോപണം. ഏതായാലും ഇതിലൊരു ആംബിഗിറ്റി ഉണ്ട്. കാരണം അത് ഇവൻ കൊന്നതാണോ, ആ കുട്ടി മരിച്ചതാണോ, പിന്നെ ആ കുട്ടിയുടെ പ്രത്യേക സാഹചര്യം, ഈ കാര്യത്തിൽ അതല്ല ക്രൈം വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിൽ ഇൻറ്റൻസിറ്റിയോടുകൂടി സഹായിക്കാൻ പലരും മുന്നോട്ട് വരാത്തത്. പലർക്കും പേടിയുണ്ട്, കാരണം ഇതൊരു ക്രൈമിനെ സഹായിക്കുന്ന രീതിയിലായി പോകുമോ, ആ ആളുകൾ എന്ത് വിചാരിക്കും. ഈ വലിയ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് ചിലപ്പോൾ എന്ത് വിചാരിക്കും, നമ്മൾ ക്രൈം ചെയ്ത് അവരുടെ ഒരാളെ കൊന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കും. അവരൊക്കെ ബിസിനസ്സൊക്കെ ഉള്ളതല്ല. അതുകൊണ്ടാണ് ആ രീതിയിൽ നിമിഷേനെ സഹായിക്കാൻ ആ രീതിയിൽ വലിയ ഒരു മാസ് മൊബിലൈസേഷൻ നമ്മൾ ഇവിടെ വരാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ രണ്ട് പ്രശ്നമുണ്ട് അതിൽ. അത് നിമിഷ ഹിന്ദു ആയതുകൊണ്ടോ മറ്റേ കക്ഷി മുസ്ലിം ആയതുകൊണ്ടൊന്നല്ല. ഇവിടെ പല വർഗീയവാദികൾ അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്, അതുകൊണ്ടൊന്നല്ല. ഇപ്പം നിമിഷയുടെ സ്ഥാനത്ത് ഫാത്തിമ ആണെങ്കിൽ പോലും വിഷയം എങ്ങനെയാണെങ്കിൽ ആളുകൾ ആ രീതിയിൽ മടിക്കും. കാരണം ഇവർക്കൊക്കെ അവിടെ ബിസിനസ് ഉള്ളതാണ്, ദുബായ് ആ മേഖല GCC മൊത്തം. അപ്പോൾ അവിടെ നെഗറ്റീവ് വരാൻ ഇവർ ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അല്ല, അങ്ങനെ ഒരു ക്രൈം ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ നമ്മുടെ രാജ്യം ഏതെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യുന്നതിൽ ഒരു താമസമൊന്നും വരുത്തത്തില്ലല്ലോ. കാരണം അങ്ങനെ ഒരു ക്രൈം റെക്കോർഡൊന്നും ഉള്ള ആളല്ലല്ലോ. അല്ല, രാജ്യം താമസം വരുത്തിയിട്ടില്ല. രാജ്യം ആ കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അത് അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം ഫറൂഖിൽ ആ വിഷയത്തിൽ രാജ്യം ചെയ്യേണ്ടതൊക്കെ ചെയ്തു. രാജ്യം ചെയ്തുകൊണ്ട് മാത്രമേ ആവില്ല, അവർക്കൊരു ഇനാമായിട്ട് വലിയൊരു സംഖ്യ കൊടുക്കണം. ആ സംഖ്യ കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യണം, ഇവരെ മോചിപ്പിക്കുക. അവർ മാപ്പ് കൊടുക്കാൻ അവർ റെഡിയാണ്, വലിയ സംഖ്യ കൊടുക്കണം. ആ പൈസ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് രാജ്യത്തിന് പറ്റില്ല, രാജ്യത്തിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് ഇവിടെ വ്യക്തികൾ ഏറ്റെടുത്തത്. ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ അവിടെ ഒരു ക്രൈം വളരെ കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ക്രൈം വളരെ കൃത്യമായി തെളിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അത്രയും ഓപ്പണായിട്ട് ഇടപെടാൻ ആളുകൾ മടിക്കും. ഇപ്പോൾ ഈ പൈസ കൊടുത്ത് നമ്മളെപ്പോലുള്ള ആളുകളൊന്നും അല്ലല്ലോ, വലിയ വലിയ മലയാളിമാരൊക്കെയാണ് സഹായിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് എൻ്റെ GCC ബിസിനസ്സുള്ള ആളുകളാണ്. അപ്പോൾ ഇത് ക്രൈം കൃത്യമായി തെളിഞ്ഞൊരു ക്രൈമാണ്. ഈ ക്രൈം തെളിഞ്ഞു പോയി എന്നുള്ളതാണ് പ്രശ്നം. അത് ഈ കുട്ടി അതിൽ ഉത്തരവാദി. അപ്പം നിയമത്തിന് നമ്മളെപ്പോഴും പറയുന്നത് അവർക്ക് എക്സ്ക്യൂസസ് ഒന്നും നോട്ടല്ല, ക്രൈം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നോട്ടം. പിന്നെ മാപ്പ് കൊടുക്കുക എന്നുള്ളത് അവരുടെ വീട്ടുകാരുടെ പിന്നെ എന്താണ് മനസ്സ് പോലെയും. അതിന് മിക്കവാറും അവർ ഹ്യൂജ് എമൗണ്ട് ചോദിക്കും, അങ്ങനെ ആണെങ്കിൽ തന്നെ. അപ്പോൾ ഈ ആളുകൾ ഇത് മടിച്ചു നിൽക്കുന്നതിന് ഒരു കാരണമായിട്ട് എനിക്ക് തോന്നിയതാണ് ഈ ഒരു പ്രോബ്ലമാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു ഹിന്ദു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവിടെയുള്ള മറ്റു മതത്തിൽ ധനാഢ്യന്മാർ ഇഷ്ടംപോലെ പൈസ ചിലവാക്കി. കാരണം അവർക്ക് ഒരു സെക്യുലർ ക്രെഡൻഷ്യൽസ് പിന്നെ തെളിയിക്കാനുള്ള ഒരവസരമാണ് ഇഷ്ടംപോലെ. ഇപ്പം ഗൾഫിൽ ഇതൊന്നല്ല, നമ്മളടുത്ത് പോകുന്ന ആളുകൾ എല്ലാ മതത്തിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. വളരെ വലിയ രീതി അതെല്ലാം കഷ്ടപ്പെട്ടാണ് അവരവിടെ ജീവിക്കുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞൂടായിട്ട് അറബികൾക്ക് ഏത് മതത്തിൽപ്പെട്ടാണ് നമ്മളാളുകളോടൊക്കെ അവർക്ക് പൂച്ചാണ്. പിന്നെ അവർക്ക് കുറച്ചുകൂടി ബഹുമാനമുള്ള ഹിന്ദുക്കളോടാണ്. ഹിന്ദുക്കൾ അതിന് പണ്ടേ അവർക്ക് നല്ല ബന്ധമായതുകൊണ്ട് ഇവിടുത്തെ അവരൊന്നും എല്ലാ സമയത്ത് ഇവിടെ രാജാക്കന്മാരൊക്കെ സഹായിച്ചെന്ന് കുറച്ചൊരു സ്നേഹം ഹിന്ദുക്കളോടുണ്ട്. ഹിന്ദ് എന്നാണ് അവർ പറയുന്നത്. മുസ്ലിങ്ങളൊക്കെ പോയി അമ്മളാളല്ലേ അസ്ലാം വലൈക്കും എന്ന് പറഞ്ഞില്ല, സലാം ചിലപ്പം തിരിച്ചു പറയും. എന്നിട്ട് അറാമി എന്ന് പറയും. അറാമി എന്ന് വെച്ചാൽ വെറുക്കപ്പെട്ടതാക്കി ഈയാളെന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അടിമകളെ പോലെയാണ് അമ്മമാർക്കാണ്. അല്ലെ പിന്നെ യൂസഫ് അലി സാറിനൊക്കെ പോലുള്ള ആളുകളാണ് അവർ ആ റെസ്പെക്റ്റ് കൊടുക്കും സാധാരണഗതിയിൽ. അപ്പം നിമിഷപ്പുഴയുടെ സംഭവം ഒറ്റപ്പെട്ടതൊന്നല്ല, പല ആളുകളും കുടുംബത്തെയും കുട്ടികളെയൊക്കെ വിചാരിച്ചിട്ട് നിമിഷപ്പുഴനെ പോലെ ആയുധം എടുക്കാതെ നിൽക്കുന്നതാണ്. അത്രയും ദുരിതമാണ് അവിടുത്തെ അവസ്ഥ. നമ്മൾ ഗൾഫുകാരെ കുറ്റം പറയുമ്പോൾ നമ്മൾ അതും കൂടി മനസ്സിലാക്കുന്നതല്ല. ഈ വൻ തുക കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയായിരിക്കുമോ അതോ പൂർണ്ണമായിട്ടും റിലീസ് ചെയ്ത് വിടുമോ? പൂർണ്ണമായി റിലീസ് വിടുമെന്ന് തോന്നുന്നു. എനിക്ക് നിശ്ചയമില്ല. പൂർണ്ണമായി റിലീസ് ചെയ്ത് വിടാനാണ് സാധ്യത എനിക്ക് തോന്നുന്നു. ശിക്ഷ ഇളവ് കൊടുക്കുകയാണല്ലോ എന്ന് തോന്നുന്നു. അതിനെനിക്ക് ഒരു ഉറപ്പില്ല. അത് അവിടുത്തെ നിയമത്തിന് അനുസരിച്ചിരിക്കും. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.